നമസ്കാരം. അനുവാദമില്ലാതെ തന്റെ ശരീരത്തിന്റെ ദൃശ്യം ഒരാൾ പകർത്തിയെന്ന ഗുരുതര ആരോപണവുമായി മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്തെ ഒരു സ്കൂളിലെ പരിപാടിക്കിടെ ഒരാൾ തന്റെ മുഖം ഒഴിവാക്കി ശരീര ദൃശ്യങ്ങൾ സൂം ചെയ്ത് പകർത്തി. അടുത്തുനിന്ന ആളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അത് പറഞ്ഞപ്പോൾ അയാൾ അപ്പോൾ അത് മാറ്റി. പക്ഷേ ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ശരീര ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നൽകിയത്. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സംഭവം വിവാദമായപ്പോൾ അയാൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ചിലർ ഈ ദൃശ്യങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരുന്നു. ഇത് സ്കൂൾ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. പബ്ലിക് പ്ലേസിൽ എന്റെ ബോഡിയുടെ പടം എടുക്കാൻ ശ്രമിച്ചവർ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എങ്ങനെയായിരിക്കും, മന്ത്രി ചോദിക്കുന്നു. ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന അരോചകമായ അവസ്ഥയാണ് ബിന്ദുകൃഷ്ണ ചൂണ്ടിക്കാട്ടിയത്. ഒരു മന്ത്രിയെ പോലും വെറുതെ വിടാത്ത ഇവർ സ്കൂളിലെ കുട്ടികളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് എന്ന ഗുരുതര ചോദ്യവും മന്ത്രി ഉയർത്തുന്നുണ്ട്. മന്ത്രിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇയാൾക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ ബിന്ദുകൃഷ്ണ വിവാദത്തിലാണ്. നിയുക്ത മന്ത്രിമാർ ആദ്യമായി തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തെത്തിയപ്പോൾ പൊതുജന മധ്യത്തിൽ വെച്ച് ചെറിയാൻ ഫിലിപ്പ് ആലിംഗനം ചെയ്ത് സ്വീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ബിന്ദുകൃഷ്ണ അത് തടഞ്ഞു. മാധ്യമ ക്യാമറകൾ ഈ ദൃശ്യം പകർത്തിയതോടെ ചെറിയാനും വിവാദത്തിൽപ്പെട്ടു. അതിനുശേഷം KSRTCയിലെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്ത് ബസ്സിൽ സഞ്ചരിക്കവേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിതരണം ചെയ്ത ഒരു ഗ്ലാസ് ചൂട് പായസം അപ്പാടെ ബിന്ദുകൃഷ്ണയുടെ തലയിലാണ് മറഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങൾ വൈറലാവുകയും ചെയ്തു. പിന്നീട് പായസം മറഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയാണ് അവർ തുടർന്ന് സഞ്ചരിച്ചത്. പക്ഷേ പ്രവർത്തകർക്കെതിരെ നടപടി വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ബിന്ദുകൃഷ്ണ വീണ്ടും വാർത്തയിൽ നിറയുകയാണ്. പൊതുപരിപാടിക്കിടെ തന്റെ ശരീരം സൂം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട പ്രവൃത്തിക്കെതിരെയാണ് മന്ത്രി പ്രതികരിച്ചത്. എന്തായാലും ബിന്ദുകൃഷ്ണയെ വെറുതെ വിടാൻ എല്ലാവരും തയ്യാറാകണം. ആദ്യമായി മന്ത്രിസ്ഥാനത്തെത്തിയ അവർ സ്വതന്ത്രമായി പ്രവർത്തിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കട്ടെ. അതിനായി നമുക്ക് കാത്തിരിക്കാം.